ആർക്കിടെക്ചർ പ്രൊഫഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു സബ്ജക്റ്റ് തന്നെ ഭയങ്കര വാസ്റ്റാണ്. അപ്പോൾ ആ വാസ്റ്റ് എക്സ്പെർട്ടൈസ് ഓഫ് സബ്ജക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും അതിൽ നിന്ന് പല പല ഫീൽഡ് ഓഫ് എക്സ്പെർട്ടൈസിലോട്ട് നമുക്ക് തിരിയാൻ പറ്റും. ഇപ്പോൾ ആക്ച്വലി ഞാൻ ആർക്കിടെക്ചർ പ്രാക്ടീസിൻ്റെ കൂടെ എനിക്കൊരു ബിൽഡിംഗ് മെറ്റീരിയൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യാനും പ്രസൻറ്റ് മാർക്കറ്റ് സിറ്റുവേഷനിൽ ഏതൊക്കെയാണ് നമ്മുടെ ഫീൽഡിൽ റിക്വയർഡ് ആയിട്ട് വരുന്നതിനെ പറ്റി ഈസിലി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റിസർച്ചും മെറ്റീരിയൽ സ്റ്റഡിയൊക്കെ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഒരു ഔട്ട്സൈഡർ, ഒരു ജനറൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കാട്ടിയും ഫാർ നമ്മുടെ സൈഡിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം കോർ ആർക്കിടെക്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളും നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു 2009 ലാസ്റ്റ് ആയപ്പോഴത്തേക്കും along with 4 other classmates ആണ് ലിറ്ററലി ആക്ച്വലി 3 ക്ലാസ്മേറ്റ് ഒരു സീനിയറും കൂടി ചേർന്ന് ഞങ്ങൾ 2009-10 ബിഗിനിങ്ങിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈഗോ ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആർക്കിടെക്ചർ കൺസൾട്ടൻസി ഫേം സ്റ്റാർട്ട് ചെയ്തു. ഈഗോ ഡിസൈൻ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഞാൻ IEയിൽ ആക്റ്റീവാണ്. ആ 2009-10 ടൈമിൽ ഞാൻ IEയിൽ വരുന്നത് IE കൊല്ലം സെൻറ്ററിൻ്റെ മെമ്പറായിരുന്നു. അന്ന് IE കൊല്ലം സബ് സെൻറ്റർ ആയിരുന്നു. കൊല്ലം സബ് സെൻറ്റർ ആവുന്ന ടൈമിലും ഞാൻ സെക്രട്ടറി ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. ഓൾമോസ്റ്റ് 3 ടേം ഞാൻ സെക്രട്ടറി ഓഫ് IE കൊല്ലം സെൻറ്റർ.